ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞാൻ കുറേ നാൾ കാത്തിരുന്ന സിനിമ ദൃശ്യം 3 തിയേറ്ററിൽ റിലീസായപ്പോൾ ഞാൻ ആദ്യത്തെ ഷോ തന്നെ ബുക്ക് ചെയ്തിട്ടോ. ഇതിൽ സ്പോയിലേഴ്സ് ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം പടം കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു, ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് ഇതുപോലെ തിരക്ക് ഞാൻ പത്തനംതിട്ടയിൽ കാണുന്നു കേട്ടോ. ദൃശ്യം 1ഉം 2ഉം ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കാരണം ഞാൻ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയ് 21 എപ്പോൾ വരുമെന്ന് പറഞ്ഞിങ്ങനെ കാത്ത് കുറേ നാൾക്ക് മുമ്പേ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. റിവ്യൂ പറയുകയാണെങ്കിൽ 1ൻ്റെയും 2ൻ്റെയും അത്ര നമുക്കങ്ങോട്ട് എൻ്റർടൈനിങ് ആയിട്ട് തോന്നില്ല. പക്ഷേ നമുക്ക് സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ നമ്മളെ അവിടെ പിടിച്ചിരുത്തുന്നതാണ്. ആസ് എ പ്രേക്ഷകരായിട്ട് നമുക്കതാണല്ലോ ആവശ്യം. നമുക്ക് സിനിമ കഴിയുന്നതിന് വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണിത്. നമുക്ക് ഒട്ടും ബോറടിക്കില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, പിന്നെ അതിൻ്റെ ലാസ്റ്റ് 20 മിനിറ്റ്സാണ് നമുക്ക് ശരിക്കും കഥ കൊണ്ടുപോകുന്നത്. ശരിക്കും ഈ തവണയും നമ്മളെ ജോർജ് കുട്ടി ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. നമ്മൾ വിചാരിക്കാത്തൊരു ട്വിസ്റ്റാണ് ക്ലൈമാക്സിൽ. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ കണ്ടു നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ണ് ചിമ്മാതെ കണ്ട് സിനിമ സീരീസാണ് ദൃശ്യം. 1ഉം 2ഉം ഞാൻ എങ്ങനെ കണ്ടു അതുപോലെ തന്നെ 3യും എനിക്ക് കാണാൻ പറ്റി. അടിപൊളി സിനിമയായിരുന്നു. അപ്പോൾ എൻജോയ് ചെയ്തു കേട്ടോ.